ലോക സൗഹൃദങ്ങളെ നിങ്ങൾക്കേവർക്കും പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പച്ചപ്പാണൻ്റെ സന്തോഷം ഇന്ന് വിദൂരങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പിറവം വരെ ഒന്ന് പോയി ചില കാഴ്ചകൾ കണ്ട് തിരികെ വരാമെന്നുള്ള കാഴ്ചപ്പാടിലാണ് ഇന്ന് ഇറങ്ങിത്തിരിക്കുന്നത്. ഈ കാണുന്നത് പിറവം നഗരസഭാ കാര്യാലയമാണ്. പുഴയുടെ തീരത്തുള്ള പിറവം മുനിസിപ്പാലിറ്റി വളരെ ആർഭാടപൂർവമായിട്ടുള്ള ബിൽഡിംഗാണ് തീർത്തിട്ടുള്ളത്. വളരെ മനോഹരവുമാണ്. പോരുന്ന പോക്കിൽ ചില കൃഷിയിടങ്ങളൊക്കെ കണ്ടപ്പോൾ വല്ലാതൊരു സന്തോഷം തോന്നി. പിറവം അടക്കാറായപ്പോൾ കാണുന്ന ഒരു പൈനാപ്പിൾ തോട്ടമാണ്. കുന്നും മലകളും ഭാഗ്യമുള്ളവനൊക്കെ പാറപ്പുറത്ത് ഇരുന്നാൽ മതി എന്ന് പണ്ട് കാരണവന്മാർ പറഞ്ഞതുപോലെ പാറയുള്ള സ്ഥലങ്ങൾ ക്രഷറുകളും മറ്റും മെറ്റലിനുമായിട്ട് ഉപയോഗിക്കുമ്പോൾ വരുമാനമാകും. മറ്റു കുന്നും തലങ്ങളൊക്കെ റബ്ബർ മാറി ഇപ്പോൾ അതേ സ്ഥലത്ത് പൈനാപ്പിളും ഇടവേള കൃഷികളുമൊക്കെയായി നല്ല കാർഷിക ഭൂമിയാക്കി മാറ്റിയിരിക്കുന്നു. അങ്ങനെ ഞാൻ മെല്ലെ പിറവം പാലത്തിലെത്തി. പിറവം പാലത്തിൻ്റെ രൂപഭംഗി പഴയകാലത്തെ ബ്രിട്ടീഷ് നിർമ്മിതി പോലെ തന്നെയാണ്. ഇവിടെയും തൂക്കുപാല മാതൃകയിലാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. പാലത്തിൻ്റെ ഇരു കൈവഴികളും വളരെ മനോഹരമാക്കാൻ പിറവം മുനിസിപ്പാലിറ്റി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. പുഴയുടെ വഴിയോരങ്ങൾ രണ്ട് സൈഡും ഇത്തരം സഞ്ചാരികൾക്കും അത്യാവശ്യം സമയം കളയാൻ ചെറിയ പാർക്ക് പോലെ രൂപപ്പെടുത്തി മീൻ പിടിക്കുന്നതും വള്ളത്തിൽ കൂടെ സഞ്ചരിക്കുന്നതുമൊക്കെ കണ്ട് ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ചെലവഴിക്കാൻ ചെറിയൊരു പാർക്ക് അവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അത് എന്നെ വല്ലാതെ ആകർഷിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ ഇറങ്ങി ഈ വീഡിയോ പിടിക്കാനും നിങ്ങളിലേക്ക് ഇത് എത്തിക്കാനും ശ്രമിക്കുന്നത്. പിറവം ഒരുപാട് ടൂറിസം പ്ലേസ് ഒന്നുമല്ല എങ്കിൽ തന്നെയും പിറവത്തിന് ഒരുപാട് തനതായ ടൂറിസം പ്ലേസ് ഉണ്ട് എന്നത് നാം ഓർക്കുക. അങ്ങനെ ഞാൻ പിറവം പാലമൊക്കെ കണ്ട് പോകുന്ന പോക്കിലാണ് അവിടെ പെരുന്തൽക്കോവിൽ ക്ഷേത്രം ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു. ആ ക്ഷേത്രമൊക്കെ കണ്ട് നിൽക്കുമ്പോഴാണ് നേരെ ഒരു ചായക്കട എന്നെ ആകർഷിച്ചത്. ഹരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നു. ഊണ് കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് നന്നായി വിശക്കുന്നുണ്ടുമായിരുന്നു. പഴയ കുത്തലമാരിയിൽ ഇത്തരം നാടൻ പലഹാരങ്ങളൊക്കെ കണ്ടപ്പോൾ എന്നെ സംബന്ധിച്ച് വല്ലാത്തൊരു ആശ്വാസവും ഒരു കൊതിയും തോന്നി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാനിതൊന്ന് ഫോട്ടോ എടുത്തോട്ടെ, വീഡിയോ പിടിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ ഞാൻ നാടൻ പലഹാരങ്ങളുടെ ആ കുത്തലമാരി എൻ്റെ ക്യാമറയിൽ പകർത്തി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കൊരു ചായ വേണം. തന്നെയുമല്ല, നിങ്ങളുടെ ഒരു ബോണ്ട, എനിക്ക് ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന ബോണ്ട എനിക്ക് ഇഷ്ടമാണ്, അതും ഒരെണ്ണം തരാൻ പറഞ്ഞ് ഞാൻ അങ്ങനെ കഴിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മറ്റുള്ളിടങ്ങളിൽ നിന്നുള്ള ബോണ്ടയ്ക്ക് ഇതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു പ്രത്യേകത ചെറിയ ടേസ്റ്റ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിനകത്ത് ബൂസ്റ്റ് ചേർത്തിട്ടുള്ള ബോണ്ടയാണ് എന്നുള്ളതാണ്. അങ്ങനെ ഓരോ പ്രദേശങ്ങളിൽ ഈ സാധനങ്ങളുടെ അകത്ത് പഴങ്ങളും മറ്റ് ടേസ്റ്റുകൾ കിട്ടാൻ പലതരത്തിലുള്ള ടേസ്റ്റുകൾ ഉണ്ടാക്കും. അത്തരത്തിലുള്ള ബോണ്ട ഇങ്ങനെ ഇരിക്കണ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം. ഞാൻ ഒരെണ്ണം കഴിച്ചു. ഒരെണ്ണം പൊതിഞ്ഞു വാങ്ങി തിരികെ വീട്ടിലേക്ക് പോരാൻ നേരത്തെ കൊണ്ടുപോകാനായി. അത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പഴംപൊരി ഉണ്ടാക്കുന്ന കാഴ്ച. അത് വല്ലാത്തൊരു പഴയകാല ഓർമ്മകൾ എന്നിൽ ഉണർത്തി. കാരണം പണ്ടൊക്കെ നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ ഇത്തരം കൊച്ചു കൊച്ചു ചായപ്പീടികകളുമൊക്കെ ആയിരുന്നല്ലോ. അങ്ങനെ ചായയും കുടിച്ച് ഒരു ബോണ്ടയും കഴിച്ച് ഞാൻ തൂക്കുപാലം കാണാനായി പോവുകയാണ്. പിറവം മുനിസിപ്പാലിറ്റി ഇവിടെ പുഴയുടെ കുറുകെ ഒരു തൂക്കുപാലം മനോഹരമായി തീർത്തിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഇന്നേ വരെ അത് കാണാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പിറവം തൂക്കുപാലത്തിലൂടെ മെല്ലെ കയറുകയാണ്. തന്നെ ആയതുകൊണ്ട് പാലം ചെറുതായിട്ട് ഒലയുന്നത് കൊണ്ട് എനിക്കൊരു ചെറിയ ഭീതി തോന്നി. എന്നാലും കാഴ്ചകൾ ഇത്രയും ആളുകൾ സഞ്ചരിക്കുന്നതാണല്ലോ, എൻ്റെ വെയിറ്റ് കൊണ്ട് താഴെ പോയെങ്കിൽ പോകട്ടെ എന്നുള്ള ആത്മവിശ്വാസത്തോടെ ഞാൻ തൂക്കുപാലത്തിലൂടെ മെല്ലെ അങ്ങനെ നടന്നു പോവുകയാണ്. പാലം നന്നായിട്ട് അനങ്ങുന്നുണ്ട്. എന്നാലും പുഴയിൽ നിന്നുള്ള കാറ്റും ചുറ്റുമുള്ള പ്രകൃതി ഭംഗിയും എന്നെ വല്ലാതെ ആകർഷകനാക്കി. തന്നെയുമല്ല, പെരുന്തൽക്കോവിൽ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തു കൂടിയാണ് ഈ തൂക്കുപാലം മറുകരയിലേക്ക് പോകുന്നത്. തന്നെയുമല്ല, മറുകരയിലാണ് ഇവിടെ പ്രത്യേകിച്ച് ഉള്ള ഒരു പ്രത്യേകത പടിപ്പുര എന്നുള്ള ഒരു പഴയകാല ജ്യോത്സ്യൻ്റെ ആസ്ഥാനമുള്ളത് ഇവിടെയാണ് എന്ന് നമുക്കറിയാം. ഈ പാലം കടന്നു ചെല്ലുമ്പോഴാണ് ആ പടിപ്പുര ഉള്ളത്.
പടിപ്പുര മറ്റൊരു ദിവസം സന്ദർശിക്കാം എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടന്നു പോയില്ല. പാലത്തിൻ്റെ അങ്ങേ തലക്കലെത്തി ഞാൻ തിരികെ പോരുകയാണ് ചെയ്തത്. പാഴൂർ പടിപ്പുര, ഞാൻ ആ പേര് എൻ്റെ മനസ്സിലേക്ക് എത്തിയില്ല. പാഴൂർ പടിപ്പുര എന്ന് പറയുന്നത് ഈ തൂക്കുപാലം കയറി ചെല്ലുമ്പോഴാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പാഴൂർ പടിപ്പുരയും അവിടുത്തെ ആചാര രീതികളും പഴയകാല ചരിത്രവുമൊക്കെ ഒപ്പിയെടുക്കാൻ ഒരു ദിവസം പോകാമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ ഞാൻ പാലത്തിൽ നിന്ന് തിരികെ തിരിച്ചു. പാലത്തിൽ നിന്ന് പടിഞ്ഞാട്ട് നോക്കിയപ്പോൾ വളരെ രസകരമായ കാഴ്ചയാണ്. കാരണം പിറവം പുഴ നേരെ കിഴക്കോട്ട് ഒഴുകുന്നു എന്നുള്ളതാണ് എന്നെ അവിടെ ആകർഷിച്ചത്. ഈ പുഴ കിഴക്കോട്ടാണ് ഇവിടെ ഒഴുകുന്നത്. ഇത് തൊടുപുഴയിൽ നിന്നും വന്ന് തൊടുപുഴയാറും മൂവാറ്റുപുഴ എത്തി കാളിയാറും കോതയാറും സംഗമിച്ച് മൂവാറ്റുപുഴയായി രൂപപ്പെട്ട് ഒഴുകി വരുന്ന പിറവത്തേക്ക് വരുന്ന പുഴയാണല്ലോ ഇത്. ഇത് കറങ്ങിത്തിരിഞ്ഞ് പിറവത്തെത്തുമ്പോൾ ഇവ നേരെ പടിഞ്ഞാറ് ചുറ്റിക്കടന്നു വന്ന് കിഴക്കോട്ടാണ് ഒഴുകുന്നത്. കിഴക്കോട്ട് ഒഴുകുമ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, പെരുന്തൽക്കോവിൽ ക്ഷേത്രവും അതുപോലെ ഈ പാഴൂർ പടിപ്പുരയുടെ ഈ പ്രദേശങ്ങളുമൊക്കെ ബലിതർപ്പണത്തിന് ഉപയോഗിക്കുന്ന മണപ്പുറമാണ്. പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ പെരുന്തൽക്കോവിൽ ക്ഷേത്രം ഈ കാണുന്നതാണ്. അത്ര ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ആ രൂപഭംഗിയും അതിൻ്റെ ചിട്ടവട്ടങ്ങളും ഒക്കെ വല്ലാതെ എന്നെ ആകർഷിച്ചു. അങ്ങനെ പാലത്തിൽ നിന്ന് മാക്സിമം ഫോക്കസ് ചെയ്ത് ഈ കാണുന്നതാണ് പുഴ. രണ്ടായി പിരിഞ്ഞാണ് ഇവിടെ ഒഴുകുന്നത്. ഇവിടെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന പുഴ രണ്ടായി പിരിഞ്ഞ് അവിടെ ഒരു മണൽത്തിട്ട രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ ഈ കാഴ്ചയ്ക്ക് ശേഷം നിങ്ങളോട് സംസാരിക്കാം. ക്ഷേത്രത്തിൻ്റെ കൽവിളക്കുകളും മേൽക്കൂരകളും അതിൻ്റെ മിനാരങ്ങളുമൊക്കെ താഴികക്കുടങ്ങളുമൊക്കെ എന്നെ സംബന്ധിച്ച് ഒരുപാട് ഇഷ്ടമുള്ളൊരു ആളാണ്. ക്ഷേത്രങ്ങളും ക്ഷേത്രകലകളും എത്ര കണ്ടാലും മതി വരാത്തൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഞാൻ പാലത്തിൽ നിന്ന് ദൂരേക്ക് ഫോക്കസ് ചെയ്ത് അവിടുത്തെ അമ്പലത്തിൻ്റെ ആ പുഴയിലേക്ക് ഇറങ്ങുന്ന പടി ഞാൻ വെറുതെ ഒന്ന് ഫോക്കസ് ചെയ്തപ്പോൾ മഴമേഘം അടിയിൽ നിന്ന് പൊന്തി വരുന്നത് പോലെ എനിക്ക് തോന്നി. ഈ കാണുന്നതാണ് മണപ്പുറം, പിറവം മണപ്പുറം. ഇവിടെയാണ് ബലിതർപ്പണം നടത്തുന്നത്. പാഴൂർ പടിപ്പുരയും അതുപോലെ പെരുന്തൽക്കോവിൽ ക്ഷേത്രത്തിൻ്റെയും മുൻവശത്തുള്ള മയിൽപീലി പാലവും അതുപോലെ പടിപ്പുരയുമാണ് മണപ്പുറവുമാണ് ഈ കാണുന്നത്. അങ്ങനെ അതെല്ലാം കണ്ട് ഞാൻ മെല്ലെ തിരികെ എൻ്റെ വീഡിയോ മതിയാക്കി റൗണ്ടപ്പ് ചെയ്ത് തിരികെ പോരുകയാണ്. ഇന്ന് പിറവത്ത് നിന്ന് തിരികെ പോരാമെന്ന് തീരുമാനിച്ചു. ഇന്നത്തെ യാത്ര ഇവിടെ കൊണ്ട് അവസാനിച്ചു. പിറവം വന്നപ്പോൾ അത്യാവശ്യം ഒന്ന് കാണാമെന്നുള്ള കരുതിയാണ് അത്രയും ഞാൻ ഫോക്കസ് എടുത്തത്. എന്നെ കണ്ടവർ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ പറയുന്നു.